കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ അവമതിപ്പുണ്ടാക്കിയെന്ന വിലയിരുത്തലിൽ മുതിർന്ന നേതാക്കൾ. പരസ്യ ചർച്ചകൾ ആണെന്നും ഹൈക്കമാൻഡ് ഇടപെടണമെന്നുമാണ് ആവശ്യം. മുഖ്യമന്ത്രി ചർച്ചകൾക്ക് വിലക്കേർപ്പെടുത്താനും സൈബർ പോരാളികളെ നിയന്ത്രിക്കണമെന്നും ആവശ്യപ്പെട്ടു. മുഹമ്മദ് ഷിയാസിന്റെ പ്രതികരണം അബദ്ധമായെന്നാണ് പൊതുവിലയിരുത്തൽ. റോഷിപാൽ തുടങ്ങിയത് ഷിയാസിൽ നിന്നാണ്. പിന്നീട് ലിജു വരുന്നു, പിന്നീട് പലരും ഏറ്റെടുക്കുന്നു. അതിനിടയിൽ പലരും മോഹങ്ങളുമായി വരുന്നു. പല പ്രതികരണങ്ങളും പല ഭാഗത്തു നിന്നുമുണ്ടായി. അതിനിടയിൽ സൈബർ പോരാളികൾ പലരുടെ പക്ഷം പിടിച്ചും ക്യാമ്പയിനുകൾ തുടങ്ങുന്നു. വാട്സപ്പ് കൂട്ടായ്മകൾ രൂപീകരിക്കുന്നു. ഇന്നയാളെ മുഖ്യമന്ത്രിയാക്കണം, ഇന്നയാളെ മുഖ്യമന്ത്രിയാക്കണ്ട. രാഹുൽ ഗാന്ധിക്ക് വരെ കത്ത് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെ പൊതുവെ ഒരു അവമതിപ്പുണ്ടാക്കി എന്നുള്ളതാണ്. അധികാരം കിട്ടുമോ എന്ന് പോലും നിശ്ചയമായിട്ടില്ല. അധികാരം കിട്ടിയാൽ അപ്പോൾ എന്തായിരിക്കും ഇവരുടെ അവസ്ഥ എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന് ബോധ്യമായോ കാര്യങ്ങളൊക്കെ? അരുൺകുമാർ, ആദ്യം ഈ ചർച്ചയെക്കുറിച്ച് അഭിപ്രായം പരസ്യമായി പറഞ്ഞത്, ഈ പറയിപ്പിക്കരുതെന്ന അഭിപ്രായം പറഞ്ഞത് കെ മുരളീധരനാണ്. സമാന അഭിപ്രായമാണ് മുൻ KPCC അധ്യക്ഷന്മാർക്ക് എല്ലാവർക്കും ഉള്ളത്. കാരണം ചർച്ച ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ തിരിച്ചടിയാകും ഭാവിയിൽ എന്നാണ്. കാരണം UDF അനുകൂലമായ ഒരു തരംഗം നിലനിൽക്കുന്നു. UDF സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിക്കുമെന്ന് UDF വിലയിരുത്തുന്നു. അങ്ങനെ വിലയിരുത്തുന്നതിനിടയിൽ വോട്ടെണ്ണാൻ ദിവസങ്ങൾ ഇനിയുമുണ്ട്. അതിനിടയിൽ എന്തിനാണ് മുഖ്യമന്ത്രി ചർച്ച ഇങ്ങനെ സജീവമാക്കി നിലനിർത്തുന്നത് എന്ന ചോദ്യമാണ്. സാമൂഹ്യ മാധ്യമത്തിൽ സജീവമായി നടക്കുന്ന ചർച്ച നിയന്ത്രിക്കണമെന്ന ആവശ്യം അത് മുതിർന്ന നേതാക്കൾ തന്നെ ഹൈക്കമാൻഡ് പ്രതിനിധിയായ ദീപാദാസ് മുൻഷിയെ അറിയിക്കാനാണ് സാധ്യത. വൈകാതെ തന്നെ KC വേണുഗോപാലിനെയും ഈ കാര്യം അറിയിക്കും. കാരണം KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ തുടങ്ങിയ 3 നേതാക്കൾക്ക് വേണ്ടിയാണ് കോൺഗ്രസിന്റെ സൈബർ പടയാളികൾ അവർ ചേരിതിരിഞ്ഞ് സാമൂഹ്യ മാധ്യമത്തിൽ പ്രചാരണം ശക്തമാക്കുന്നത്. അത് വ്യക്തിഹത്യ വരെ നടത്തുന്നുണ്ട് എന്ന ആക്ഷേപവും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ KC വേണുഗോപാലിനെതിരെ സന്ദേശം അയക്കണമെന്ന ആഹ്വാനമടക്കം പ്രചരിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഇതൊക്കെ പൊതുസമൂഹത്തിൽ പാർട്ടിയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ വളരെ മോശമായ രീതിയിലേക്ക് എത്തും എന്ന ആശങ്കയാണ് ഇവരൊക്കെ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് സൈബർ പോരാളികളെ അടിയന്തരമായി നിയന്ത്രിക്കാൻ ഹൈക്കമാൻഡ് തന്നെ ഇടപെടണമെന്ന ആവശ്യമാണ് മുതിർന്ന നേതാക്കൾ ഉയർത്തുന്നത്. ഈ കാര്യം അത് നേരിട്ട് തന്നെ അറിയിക്കാനാണ് സാധ്യത. കാരണം അടുത്ത ദിവസം പാർലമെന്റ് ചേരാൻ വേണ്ടി MP-മാർ ഭൂരിഭാഗവും ദില്ലിയിലേക്ക് പോകുന്നുണ്ട്. ആ ഘട്ടത്തിൽ ദീപാദാസ് മുൻഷിയും ഒപ്പം KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളെയും അവരുടെ ഈ അഭിപ്രായം, ഈ അനാവശ്യ ചർച്ചകൾ നിർത്തണമെന്ന ആവശ്യം മുതിർന്ന MP-മാർ തന്നെ നേതൃത്വത്തെ അറിയിച്ചേക്കും. ഓക്കെ, താങ്ക് യു. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.